യെസ് സെൻറ്റോസ് ചേട്ടൻ 1978 നമ്മുടെ ഒരു ഫാമിലിയിലേക്ക്, നമ്മുടെ അപ്പച്ചനും അമ്മച്ചിക്കും കൂട്ടായിട്ട് നമ്മുടെ ഒരു ഫാമിലിയിലേക്ക് ആദ്യമായിട്ട് കടന്നു വന്ന ഒരു മകനാണ്. തീർച്ചയായിട്ടും ഇനി അവരുടെ സെക്കൻഡ് സൺ ലിൻഡോ ചേട്ടനെയാണ് ഇൻവൈറ്റ് ചെയ്തത്. സോ എവരിവൺ നല്ലൊരു കൈയടി നൽകിക്കൊണ്ട് നമുക്ക് ലിൻഡോ ചേട്ടനെ കൂടി സ്റ്റേജിലേക്ക് വെൽക്കം ചെയ്യാം. 1980 നമ്മുടെ ഒരു ഫാമിലിയിലേക്ക് ചേട്ടനും ആദ്യമായിട്ട് കടന്നു വന്നിട്ടുള്ളത്. അടുത്തതായി ജിൻഡോ ചേട്ടനെയാണ് ഇൻവൈറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. ജിൻഡോ ചേട്ടൻ നല്ലൊരു കൈയടി നൽകിക്കൊണ്ട് നമുക്ക് ഈ ഒരു സ്റ്റേജിലേക്ക് വെൽക്കം ചെയ്യാം. തീർച്ചയായിട്ടും 1985 നമ്മുടെ ഒരു 70 ഫാമിലിയിലേക്ക് അദ്ദേഹവും അപ്പച്ചനും അമ്മച്ചിക്കും കൂട്ടായിട്ട് കടന്നു വന്നിട്ടുള്ളത്. യെസ്, തീർച്ചയായിട്ടും ഈ ഒരു സമയം ഒരു 3 ബോർഡ് പിടിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അവരുടെ 3 പേരുടെയും ബർത്ത് ഡേറ്റ് ആണ്, ബർത്ത് ഇയർ ആണ് അവരുടെ കൈകളിൽ അവർ പിടിച്ചിരിക്കുന്നത്. ഇനി തീർച്ചയായിട്ടും ഇവരുടെ ഒരു 3 നാട് ഈ ഒരു ഫാമിലിയിൽ വന്നപ്പോൾ അവർക്ക് ഏറ്റവും കൂടുതൽ താങ്ങും തണലും എന്തൊരു അപ്സ് ആൻഡ് ഡൗൺസിലും കൂട്ടായിട്ട് നിന്നിരുന്ന 3 ബ്യൂട്ടിഫുൾ വൈഫ് കൂടി അവരുണ്ട്. തീർച്ചയായിട്ടും അവരുടെ 3 പേരുടെയും ഭാര്യമാരെ കൂടി, വൈഫിനെ കൂടി സ്റ്റേജിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് നമ്മുടെ ഫാമിലി കംപ്ലീറ്റ് ആവുകയുള്ളൂ. സോ ഡെഫിനറ്റ്ലി ഞാൻ ആദ്യമായിട്ട് സിൻഡോ ചേട്ടന്റെ വൈഫിനെയാണ് ഇൻവൈറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. സോ എവരിവൺ നല്ലൊരു കൈയടി നൽകിക്കൊണ്ട് ലെറ്റ്സ് വെൽക്കം മിസ്സസ് ലീന ടു ദി സ്റ്റേജ്. ലീന ചേച്ചി, ഈ ഒരു സമയം ഒരു 3 പേരും അവരുടെ ഒരു വെഡിങ് ഇയർ, വിവാഹം കഴിഞ്ഞിട്ടുള്ള വർഷമായിട്ടാണ് സ്റ്റേജിലേക്ക് കയറി വരുന്നത്. യെസ്, ആൻഡ് താങ്ക് യു സോ മച്ച്. ദെൻ നെക്സ്റ്റ് ആയി ലിൻഡോ ചേട്ടന്റെ വൈഫ് ഫെമി ചേച്ചിനെയാണ് ഇൻവൈറ്റ് ചെയ്യുന്നത്. എവരിവൺ നല്ലൊരു കൈയടി നൽകിക്കൊണ്ട് നമുക്ക് ചേച്ചിനെ കൂടി സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ട് ആഗ്രഹിക്കുകയാണ്. ഫെമി ചേച്ചി, പ്ലീസ് കം ടു ദ സ്റ്റേജ്. നമ്മൾ അവസാനമായിട്ട് സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് ജീതു ചേച്ചിനെയാണ്. ജിൻഡോ ചേട്ടന്റെ വൈഫാണ്. സോ ഒത്തിരി സ്നേഹത്തോടു കൂടി തന്നെ ലെറ്റ്സ് വെൽക്കം മിസ്സസ് ജീതു ടു ദ സ്റ്റേജ്. ഒരുപാട് ഇയേഴ്സ് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇവരുടെ 3 മക്കളും ജനിച്ചിട്ടുള്ള ഒരു ബർത്ത് ഇയറും ഒപ്പം ഇവരുടെ ആ ഒരു വിവാഹം കഴിഞ്ഞിട്ടുള്ള വർഷങ്ങളുമായിട്ടാണ് ഏവരും എത്തിച്ചേർന്നത്. അപ്പോൾ കുറേ പേർക്ക് ഇപ്പോൾ ഡൗട്ട് ഉണ്ടായിരിക്കും. ഒബ്വിയസ്ലി എൻ്റെ പോലെ തന്നെ ഒരുപാട് പേര് ഈ താഴെ ഇരിക്കുന്ന ഓഡിയൻസ് വിചാരിക്കുന്നുണ്ടാവും, എന്താണ് ഇവരുടെ കയ്യിൽ ഈ ഒരു ബോർഡ് അല്ലേ, അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ പിന്നിൽ, എന്താണ് എന്തെങ്കിലും സീക്രട്സ് ഉണ്ടോ, അല്ലെങ്കിൽ എന്താണ് എന്ന് എല്ലാവർക്കും ഒത്തിരിയേറെ ആകാംക്ഷയുണ്ടായിരിക്കും. അപ്പോൾ ഇനി നമ്മൾ ലേറ്റ് ആക്കുന്നില്ല, നമുക്കതൊന്ന് ഫ്ലിപ്പ് ചെയ്ത് കാണിച്ചു കൊടുത്താലോ ഓഡിയൻസിന്? റെഡിയാണോ? യെസ്, ആൻഡ് ഹിയർ വി ഗോ. 3, 2, 1 and go. Yay, congratulations. Oh my god. ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു 50 ഇയേഴ്സിന് മുൻപുള്ള അമ്മച്ചിനെ ഫോട്ടോ, ഒപ്പം ഇപ്പോഴത്തെ ഈ ഒരു 2026 ഈ ഒരു ഫോട്ടോയും ചേർന്നിട്ടുള്ള ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഫോട്ടോയാണ്, അല്ലെങ്കിൽ ഒരു ഫ്രെയിമാണ് നമ്മൾ ഈ ഒരു സമയം സ്റ്റേജിൽ കാണുന്നത്. സോ ഇതിനു വേണ്ടി എഫേർട്ട് എടുത്ത എല്ലാവർക്കും, എസ്പെഷ്യലി മക്കൾക്കും ഒപ്പം മരുമക്കൾക്കും നല്ലൊരു കൈയടി നൽകാട്ടോ. കാരണം എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇന്ന് ഈ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ഫ്രെയിം നമുക്ക് മുമ്പിൽ അവർ പ്രസന്റ് ചെയ്തിട്ടുള്ളത്. താങ്ക് യു സോ മച്ച്. അപ്പം തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റേജ് കംപ്ലീറ്റ് ആവണമെങ്കിൽ ഇനി നമുക്ക് നമ്മുടെ ഇന്നത്തെ ഇവന്റ്സിലെ സ്റ്റാർസിനെ കൂടി സ്റ്റേജിലേക്ക് വെൽക്കം ചെയ്യാനുണ്ട്. അപ്പോൾ എവരിവൺ നമുക്ക് എല്ലാവർക്കും നല്ലൊരു കൈയടി നൽകിക്കൊണ്ട് നമ്മൾ ബെൻസിനങ്ങളെയും ഒപ്പം ആനി ആന്റണിയെയും സ്റ്റേജിലേക്ക് വെൽക്കം ചെയ്യാണ്. ഒപ്പം നമ്മുടെ പേരക്കുട്ടികൾ, ഒരുപാട് മക്കളുള്ള ഒരു ഫാമിലിയാണ്. സോ അവരെയും അപ്പാപ്പനെയും അമ്മാമ്മനെയും നിങ്ങളാണ് ഇന്ന് സ്റ്റേജിലേക്ക് എത്തിക്കുന്നത്. സോ എല്ലാ മക്കളെയും ഞാൻ സ്റ്റേജിലേക്ക് വെൽക്കം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒപ്പം അപ്പച്ചനും അമ്മച്ചിയും അവരുടെ കൂടെ മക്കളെല്ലാവരും 2 ഭാഗത്തും നിന്നുകൊണ്ട് അപ്പാപ്പനെയും അമ്മാമ്മനെയും ഏറ്റവും ഭംഗിയായിട്ട് സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. ഒപ്പം നല്ലൊരു നിറഞ്ഞ കൈയടി നൽകിക്കൊണ്ട് നമുക്ക് സ്റ്റേജിലേക്ക് അവരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. പ്ലീസ്.